ചതുർഭുജത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വില്ലേജിൽ പോയിക്കാണ്ട് നമ്മൾ നെതർ ഉണ്ടാക്കി. അവിടെ പോയിക്കാൻ നമ്മളൊരു ബേസും ഉണ്ടാക്കി. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടന്റ് മൈൻ നിന്നാണെങ്കിൽ ഒരു ചാണ്ടി പോലും കിട്ടിയില്ല കേട്ടോ. നമുക്ക് ഈ വീഡിയോയെ കുറിച്ച് മൈൻ ചെയ്യണം. പിന്നെ അതിൽ അപ്പുറത്തൊരു വില്ലേജിലാണ് കണ്ടിന്. നമുക്ക് വില്ലേജിൽ പോകണം. അത്യാവശ്യം ഫുഡ് ഒപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വില്ലേജ്. അത്യാവശ്യം സാധനം കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. രസമുള്ള വില്ലേജാണ്. നമുക്ക് അത്യാവശ്യം അധികം നമുക്ക് വൈറ്റ് ബോർഡ് എടുക്കാം. നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ബ്രെഡ് ഉണ്ടാക്കി നമുക്ക് ഫുഡിനെ പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. ആ തമിഴ് പടത്തിലൊക്കെ ഉണ്ടാവില്ല വൈക്കോലിൻ്റെ നീച്ചിട്ട് അതേമാതിരി. എന്നാലും ഉടുപ്പുണ്ട് കിട്ടാവും. അത്യാവശ്യം അന്തസ്സുണ്ട്. ഒളിച്ചെന്നാ ചെയ്യണ്ടേ ഒരു നോട്ടം. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോലെ പറയാം. പേടിപ്പിച്ചാൽ നോക്കിയാണ്ട് പച്ചക്കണ്ണ അവിടെ നിൽക്കട്ടാ. എൻ്റെ വില്ലേജിനെ റൈഡ് ചെയ്യണം. എൻ്റെ ജഡ്ജി അടക്കണം അടിച്ചോണ്ടിരുന്നോ. ഇതൊരു കുട്ടിയുടെ അവിടെ ചങ്ങായി വെട്ടായി ഇപ്പൊ തന്നെ. അപ്പൊ അത്യാവശ്യം നമ്മൾ ഫുഡൊക്കെ സെറ്റായി. നമ്മൾ കുറെ ഊറ്റി. നമുക്കിനി ഈ കേവിൽ വയ്ക്കാൻ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഒപ്പിക്കാം. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. നമുക്ക് ഈ കോളൊക്കെ നമുക്ക് വാർത്തെടുക്കാം, കുഴിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഈ കേവിനുള്ളിൽ പോവാം. കേവല്ലേ ഈ വില്ലേജിന് മൂത്രപേരാണ്. ഫുൾ വെള്ളം. സൂര്യനാണ് നല്ല രസം, തിളങ്ങുന്ന സൂര്യൻ. അപ്പൊ നമ്മളെ ബാക്കിലുള്ള മല കയറാം. നമുക്ക് മലയിൽ കയറിയാണ്ട് നമുക്ക് അത്യാവശ്യം കേവ് ഉണ്ടാവുമായിരിക്കാം. മലയില് എത്തിക്കാണ്. ഇവിടെ ഒരു ഇതുണ്ട്. Now we gonna see my portraits. നമുക്ക് ഇത് ആ വെസ്റ്റ് ധരിക്കുക. വെസ്റ്റ് ധരിക്കാൻ നമുക്ക് വെള്ളം എടുക്കാം. ഓക്കെ, നമ്മളെ ഇതിനുള്ളിൽ എത്തിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ കേവിനുള്ളിൽ പോയേക്കാം. നമുക്ക് അടിക്കനെ എന്തായാലും ഇവിടത്തെയല്ലേ, നമുക്ക് അടിക്കനെ കുഴിച്ചു പോവാം. എന്തെങ്കിലും കാണുന്ന കാര്യം ഒരു അയണെങ്കിലും ഉണ്ടായിരുന്ന ഒരു ആശ്വാസമായിരുന്നു. നമ്മൾ കുറെ കുഴിച്ച് എന്നിട്ട് കാണില്ലെത്തും. ഇരുട്ടായി മൊത്തം പണ്ടടങ്ങാൻ. We are on the way to find diamonds. What we are don't even get it tonight. ഓഹോ, നമ്മൾ കുറെ നേരം. അപ്പൊ നമ്മളൊരു കേവിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അമ്പുമ്പിൽ ഞങ്ങൾ ഈ പാണ്ടാണ്. നമുക്ക് ബാക്കിൽ പോയി നമുക്ക് ഷീൽഡ് സെറ്റ് ആക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വടിയോ ഇങ്ങോട്ട് വാടങ്ങി. ചേട്ടാ, നീലക്കുയിന്നാണേ. ചോദ്യമുണ്ട്. താങ്കളുടെ ജീവിതകഥ ഒന്ന് പങ്കുവെക്കാവോ? ഫിലിപ്പിന്റെ പറി. എന്താ വാങ്ങി പൊല്ലണെങ്കിൽ ഇനി വാ കുറെ നേരമായി നമ്മൾ തേടി നടപ്പാണ്. ഒരു ഡയമണ്ട് പോയിട്ട് നമുക്കൊരു അയൺ പോലും കിട്ടണില്ല. പണ്ടാടങ്ങ് ഒരു കഷ്ടം അറിയോ. എനിക്ക് ഇതുവരെ ഒരു ഡയമണ്ട് ഞാൻ കാണാൻ പോലും ഭാഗ്യം കിട്ടിയിട്ടില്ല ഈ വേൾഡിൽ. പണ്ടാടങ്ങ് നമുക്ക് എത്തിങ്ങനെ കിട്ടിയാൽ മതി. ഗോൾഡെങ്കിൽ ഗോൾഡ്. നമുക്ക് ആ പന്നിൻ്റെ മക്കളെടുത്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നമുക്ക് കുറച്ച് സാധനം കിട്ടും. നമുക്ക് ആർമർ സെറ്റാക്കാം. ഓക്കെ, കുറച്ചധികം ഉണ്ട് ഇവിടെ. കണ്ടവണ്ടല്ലോ നമ്മുടെ റോക്കി ബായിനെ വെല്ലുട്ടാ. കുറേ നമുക്ക് ഇതുണ്ടാക്കാം. ആർമർ സെറ്റാക്കാം. നമുക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യത്തില്ല. എക്സ്ചേഞ്ച് ചെയ്യാനും പിന്നെ ആർമർ സെറ്റാക്കാൻ മാത്രം കാര്യമുള്ളൂ. അപ്പോൾ അതിനകത്ത് എക്സ്ചേഞ്ച് ചെയ്താൽ വലിയ കാര്യത്തിലുണ്ടാവും തോന്നുന്നില്ല. കുറേ ഉണ്ടല്ലോ. റോക്കി ബായ് ഇവിടുന്ന് മരിച്ചു വന്നു. ഇനി നമുക്ക് അപ്പം നമ്മളങ്ങോട്ട് വന്ന സമയത്ത് നമ്മളെ 1 ഇല്ല 2 ഇല്ല 3 പിക്കാക്സ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ. അപ്പം നമ്മൾ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ വിളിക്കാം. അല്ലല്ല സാധനം ബോക്സ്. ഓക്കെ, ചെസ്റ്റ് ഇപ്പോഴാണ് കിട്ടിയ പേര്. ഇവിടെ ഓടോ ആയിരുന്നു നമ്മളെ വീട്. അപ്പം അതിൻ്റെ അപ്പുറത്താണ് ഈ മല. നമ്മളെ പേരാണ്. ഓക്കെ, മറ്റേ സാധനം എന്താ നേത്രൻ്റെ മറ്റേ കുടുംബക്കാരൻ പറ്റിണ്ടാവും. പ്രത്യേകിച്ചുണ്ടാവും. ഓഹോ, നമുക്ക് അയൺ ഉണ്ടാക്കുള്ള സാധനം, നമുക്ക് ഇത് ഉണ്ടാക്കുള്ള ചെസ്റ്റ് ഉണ്ടാക്കുള്ള സാധനം കിട്ടും.
ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം കിട്ടണുള്ളൂ കേട്ടോ. മറ്റേ മൈനിങ്ങിന് വെച്ചിട്ട് ചക്കയും കിട്ടണില്ല. നമുക്ക് ഇവിടെ ആ ഗോൾഡ് എടുക്കാം. നമുക്ക് 10-15 എന്ത് കിട്ടും. മറ്റേ അയൺ ബാർ കിട്ടും. അയണല്ല, ഗോൾഡ് ഗോൾഡ് ഗോൾഡ്. ഫുൾ ഗോൾഡാണ് നമുക്ക് കിട്ടുന്നത്. ഫുൾ ഗോൾഡാണ്. ഡയമണ്ടും അയണും കണ്ടുപോയില്ല. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് നമുക്കൊരു വലിയൊരു കേവ് ഉണ്ട് കേട്ടോ. വലിയൊരു കേവ് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കേവ്. നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചാണ്ട് നമുക്ക് കേവിൽ ഇറങ്ങാം. അതിന് നമ്മുടെ സുഹൃത്തുക്കൾ കണ്ട് നമ്മൾ വെട്ടിക്കുമല്ലോ. ഓക്കെ നമ്മൾ വെസ്റ്റൊക്കെ സെറ്റാക്കി നമ്മളിനി നമുക്ക് കേവിൽ ഇറങ്ങാം. ഓക്കെ, കേവിൽ ഇറങ്ങാം. അത് കഴിഞ്ഞ അവിടെയും കേവ് ഉണ്ട്. ഓക്കെ, നമ്മൾ പെരിഞ്ഞു പോകേണ്ട ഒരു വലിയൊരു ഗുഹ ഉണ്ട്. എന്താ രസം. ഇതാണ് മൈൻക്രാഫ്റ്റിലെ സ്വർഗം. വലിയ സാധനം, വലിയ സാധനം. ചെറിയൊരു പ്രശ്നം പറ്റുന്നുണ്ട്. നമ്മളെ പെര കാണില്ല കേട്ടാ. പണ്ടൊന്നും കാണില്ല. നമ്മൾ കോർഡിനേറ്റ്സ് അറിഞ്ഞുകൊണ്ട് നമുക്ക് കഴിച്ചിലായി. നമുക്ക് കോർഡിനേറ്റ്സ് നോക്കി ഇങ്ങനെ പോവാം, നടക്കുള്ളൂ. അല്ലെങ്കിൽ അത്ലാസ് നമ്മളെ കുറേ ദൂരം സഞ്ചരിച്ചതിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ട് വെപ്പൺസ് ഒക്കെ സെറ്റാക്കാം. വെപ്പൺസ് അപ്പം നമ്മൾ ഗോൾഡൻ വെപ്പൺസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നെതറിലെ സുഖകരമായിട്ട് നമുക്ക് പോകാൻ പറ്റും നെതറിലേക്ക്. അപ്പം നമ്മളെ നെതർക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ഇനി വില്ലേജിലേക്കാണ് നമുക്ക് നെതറിലേക്ക് പോകാം. അത്യാവശ്യം നമ്മളെ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നെതർ പോർട്ടലിൽ നിന്ന് ഉള്ളിലേക്ക് പോവാം. പോട്ടെ. നല്ല സ്ഥലാട്ടാ, ആരും കാണില്ല. അങ്ങേ ദൂരത്തിൽ അങ്ങായിണ്ടല്ലോ. എന്തോ ഒരു അയ്യണ ഒരു സുനാപ്പി ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് അറിയില്ല. അതിൻ്റെ ഒരു കമൻറ്റിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഉപകാരം നമുക്കറിയില്ല. അപ്പം നമ്മളെ ചെറിയൊരു ബേസ് ഉണ്ടാക്കാം അവിടെ. നമുക്ക് അത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മളെ വേൾഡിലേക്ക് തിരിച്ചു പോവാം. വേൾഡിലേക്കല്ല, മറ്റേ സ്ഥലത്തേക്ക് തിരിച്ചു പോവാം, വില്ലേജിൽ. ഓക്കെ, അപ്പം നമ്മൾ നെതറിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ പ്രത്യേകിച്ച് ഇത്ര തന്നെ ഉള്ളൂ. നമ്മൾ നെതർക്ക് പോയി നമ്മളെ വില്ലേജ് ഇതാക്കി. അപ്പം അത്ര തന്നെ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡ്സിൽ നമുക്ക് ബാക്കി പണികളൊക്കെ നോക്കാം. ഇതിൽ ചെറിയ നോയ്സിൻ്റെ ഇഷ്യൂ ഉണ്ടാവും, കാരണം നമ്മളെ മൈക്ക് അടിച്ചു പോയിക്കാണ്. Dear God, thank you for calling me. നിങ്ങൾ കമൻറ്റിൽ ആന്തരാജനികൾ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ എത്തുന്നതിനുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്ര തന്നെ.